ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പ് അമേരിക്കയിൽ ഒരു വമ്പൻ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നു, ഉടലെടുത്തിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ സൈന്യവും തമ്മിലുള്ള ഒരു വലിയ തർക്കമാണ് ഇപ്പോൾ അവിടെ ഉടലെടുത്തിരിക്കുന്നത്. ആക്രമിക്കണോ വേണ്ടയോ ഇറാനെ എന്ന കാര്യത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും US സൈനിക ഉദ്യോഗസ്ഥനും തമ്മിൽ ഭിന്നതയുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ ചോദ്യം നിലവിൽ US മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു. എന്നിരുന്നാലും ഫെബ്രുവരി 23 തിങ്കളാഴ്ച ഡൊണാൾഡ് ട്രംപ് ആ റിപ്പോർട്ടുകൾ തെറ്റാണ് എന്ന് തള്ളിക്കളഞ്ഞു. ഇറാനെതിരായിട്ടുള്ള ഒരു പ്രധാന സൈനിക നീക്കത്തിന്റെ അപകടങ്ങളെ കുറിച്ചുള്ള ഒരു ഉന്നത US സൈനിക ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയതായി പറയപ്പെടുന്നു. ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്ക എളുപ്പത്തിൽ വിജയിക്കുമെന്ന് ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇറാനെതിരായ ആക്രമണവുമായി ബന്ധപ്പെട്ട് നിരവധി അപകടങ്ങളെക്കുറിച്ച് ജോയിന്റ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി US മാധ്യമങ്ങൾ അവകാശപ്പെട്ടു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ആക്രമണം ഒരു നീണ്ട സംഘർഷത്തിലേക്ക് നയിച്ചേക്കാം, ഒരു വമ്പൻ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. എന്നാൽ ജനറൽ കെയ്ൻ ഇറാനുമായുള്ള യുദ്ധത്തിന് എതിരാണെന്ന സംശയം 100% തെറ്റാണ് എന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിൽ എഴുതി. മറ്റുള്ളവരെ പോലെ ജനറൽ കെയ്നും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, പക്ഷേ സൈനിക നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചാൽ അമേരിക്ക വിജയിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തത്. സൈനിക ഉദ്യോഗസ്ഥരുടെ ആശങ്കകളെ കുറിച്ച് പ്രശസ്തരായിട്ടുള്ള അമേരിക്കൻ വാർത്താ ഏജൻസികൾ വസ്തുതാ അളവുകളിൽ റിപ്പോർട്ട് ചെയ്തു. എന്തായിരുന്നാലും ഇപ്പോൾ അമേരിക്ക ഇറാനെ ആക്രമിക്കണോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് അതായത് അമേരിക്കൻ പ്രസിഡന്റും സൈന്യവും രണ്ടുപേരും രണ്ട് തട്ടിലാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്നത്, റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂസ് ഡെസ്ക് മലയാളം.